മമ്മൂട്ടി പ്രതിനായകന്റെ വേഷത്തിൽ തകർത്താടിയിരിക്കുന്നു. സൂപ്പർ, അടിപൊളി. മമ്മൂക്ക എന്ന് വെച്ചാൽ രാക്ഷസ നടികറന്ന് ചുമ്മാ ഒന്നുമല്ല വിളിക്കണത്. വെറുപ്പിക്കുന്ന രീതിയിലായി പോയി കേട്ടോ. നമ്മളൊക്കെ ഭയങ്കരമായിട്ട് വിനായകനാണോ മമ്മൂട്ടിയാണോ അടിപൊളിയായിട്ട് അഭിനയിച്ചത്? രണ്ടാളും നമുക്ക് പറയണ്ട, അതിമനോഹരമായിരിക്കുന്നു, ഗംഭീരം, നല്ല. മമ്മൂക്കയുടെ കൂന്ത് വിളയാട്ടം ഒരു രക്ഷയില്ല. എൻ്റെ അമ്മ മമ്മൂക്ക വിനായകനെ നെഞ്ചോട് ചേർത്ത് വെച്ചാണെങ്കിലേ പിന്നെ വിനായകൻ എങ്ങനെയായിരിക്കും സ്ക്രീന് കത്തിച്ചളഞ്ഞു. വിനായകൻ ഒരു രക്ഷയില്ല. രണ്ടോരും ട്വിസ്റ്റോടെ ട്വിസ്റ്റ്. ഓ എൻ്റെ അമ്മോ, എനിക്കൊരു മമ്മൂക്ക ആയാൽ മതിയാ ഈ പടം കണ്ടിട്ട്. പിന്നെ ഒരു കാര്യം, 20 വയസ്സിലാണ് ചിമ്പു മന്മഥനായിട്ടുണ്ടെങ്കിൽ മമ്മൂക്ക 74 വയസ്സിലാണ് മന്മഥനായത്. മമ്മൂക്കയുടെ കൂന്ത് വിളയാട്ടം ആ ഗ്ലാമർ തന്നെയാണ് ഇതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ പടം കിടിലം കേട്ടാ. എല്ലാ ഫാമിലിയും ഈ പടം പോയി കാണണം, ഒരു രക്ഷയില്ല. നല്ലൊരു ക്യാരക്ടറാണ് കേട്ടോ വില്ലൻ്റെ. ആ ഒരു നമുക്ക് ആകെ മൊത്തം മമ്മൂക്കായ ഈ ഒരു വെറുപ്പിക്കുന്ന രീതിയിലായി പോയി കേട്ടോ. നമ്മളൊക്കെ ഭയങ്കരമായിട്ട് സീറ്റ് എഡ്ജ് ആണെന്ന് പറയാം. അത്രയ്ക്കും നല്ല ഗംഭീരമായ പടം ഉണ്ട്. എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞാൽ എന്താണെന്ന് ആർക്കും അറിയില്ല. ആരാണ് വില്ലൻ? ഒരു രക്ഷയില്ല. കാരണം ഇതിന്റെ വലുതായിട്ടൊന്നും പറയാൻ പാടില്ല, കാരണം സ്പോയിലർ ആവാൻ പാടില്ല. അത്രയ്ക്ക് ഗംഭീര സിനിമയാണ്. ജിതിനെ ഒരു രക്ഷയില്ല. രണ്ടുപേരും വിനായകന്റെ അവസാനം നമ്മൾ കൈയടിക്കും, മമ്മൂക്കായെ കൈയടിക്കുന്നതിന് ഡബിൾ ആയിട്ട് കൈയടിക്കും. കാരണം വിനായകൻ ഒപ്പത്തിനൊപ്പമാണ് നിന്നിരിക്കുന്നത്. ഇതേ കണക്കൊരു നടനെ കൊണ്ട് ആരെങ്കിലും അഭിനയിക്കാൻ പറ്റുമോ ഇന്നത്തോടെ നമ്മൾ നിർത്തും. അതാണ് മമ്മൂക്കയുടെ അഭിനയം. മമ്മൂക്ക ഒരു ഇന്റർവ്യൂവിൽ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് മമ്മൂക്ക ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഇത് നന്മയും തിന്മയും അളക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും തൂക്കപ്പെടുന്നതാണ്. ഇതും ഈ സിനിമയും അങ്ങനെ തന്നെയാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പറയണ്ട. ഇതൊരു വലിയ സംഭവമാണ്. മമ്മൂട്ടി ഫാൻസാണ്. എന്തായാലും പടം കൊള്ളാം. മമ്മൂട്ടിയെ തിരിച്ചു വരാവും. എന്തായാലും കൊള്ളാം. നല്ല പെർഫോമൻസ്. പിന്നെ പടം കണ്ടിരിക്കാം. വിനായകൻ കുഴപ്പമില്ല. വളരെ വിനായകൻ നന്നായിട്ടുണ്ട്, വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. മലയാളത്തില് മമ്മൂക്ക ഇതുപോലത്തെ ഒരു കഥാപാത്രം ചെയ്തു കാണില്ല. ചിലപ്പോൾ ഈ കഥാപാത്രത്തെ നമുക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. കാലങ്ങൾ കഴിയുമ്പോൾ ഇത്തരം കഥാപാത്രങ്ങൾ മലയാളികളുടെ മനസ്സിൽ നമുക്ക് പൊന്തൻ മാടയിലെ മാടായി മതിലുള്ള ബഷീർ വരുന്നത് പോലെ ഇതിലെ കഥാപാത്രം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവും. മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. മമ്മൂട്ടി പ്രതിനായകന്റെ വേഷത്തിൽ തകർത്താടിയിരിക്കുന്നു. ഗംഭീരം പറഞ്ഞ ഒരു രക്ഷയില്ല. വിനായകൻ ഗംഭീരം, നല്ല വിനായകൻ ഇതുവരെ ചെയ്തതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് വേറിട്ട രീതിയിൽ ചെയ്തിരിക്കുന്നു. ഓക്കെ, വിനായകൻ സൂപ്പർ ആയിട്ട് ചെയ്തു. പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് കഴിഞ്ഞാട്ടം. മമ്മൂക്ക എന്ന് വെച്ചാൽ രാക്ഷസ നടികറന്ന് ചുമ്മാ ഒന്നുമല്ല വിളിക്കണത്. ഇന്ത്യൻ സിനിമയിൽ മമ്മൂക്കയെ വലിയ ആളില്ല. ആ റേഞ്ചിലാണ് പടം ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ വില്ലനെന്ന് വെച്ചാൽ അമ്മാതിരി വില്ലനിസ്. നായകനേക്കാൾ വില്ലൻ സ്കോർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. കാരണം മസ്തി വാച്ച പടമാണ്. പടം മമ്മൂട്ടി പൊളിച്ചടുക്കിയിട്ടുണ്ട്. സിനിമയുടെ തിരക്കഥ തന്നെയാണ് സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, എന്നാൽ ലൂപ്പ് ഹോൾസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ സിനിമ 100% പെർഫെക്ഷനോടെ തന്നെയാണ് സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സിനിമയിൽ ഉടനീളം പിടിച്ചിരുത്തുന്നത്. മെസ്സേജാണ്, നമുക്കൊരു നല്ലൊരു മെസ്സേജാണ്. കാരണം വീട്ടമ്മമാർ കണ്ടിരിക്കേണ്ട നല്ലൊരു മെസ്സേജാണ്. കാരണം അത് ഒരു നെഗറ്റീവ് റോളിലൂടെ അത് നമുക്ക് മലയാളികൾക്ക് മെസ്സേജായിട്ട് പാസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ്. ഡെഫിനറ്റ്ലി ന്യൂ ജനറേഷൻ ഇത് കാണണം. കാരണം എന്താ പറയുക, ഇത് ഈ പടത്തിൽ കഥാപാത്രമായി വന്നിരിക്കുന്ന സ്റ്റാൻലി എന്ന കഥാപാത്രം, സൈക്കോ മോഹൻ എന്ന കഥാപാത്രത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനെ വളരെ ഗംഭീരമായ നിലയിൽ ആക്ട് ചെയ്ത് അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് മമ്മൂക്ക.